ഇക്കഴിഞ്ഞ ദിവസം കാലയവനിയയ്ക്ക് പിന്നിൽ മറഞ്ഞ പ്രിയങ്കരനായ പ്രൊഫസർ MK സാനു മാസ്റ്ററെ കുറിച്ചിട്ടാണ് ഏതാനും വാക്കുകൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ ഞാൻ ഇതേ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല. അദ്ദേഹം പ്രഗത്ഭനായ ഒരു അധ്യാപകനായിരുന്നു, സാഹിത്യ നിരൂപകനായിരുന്നു. ശ്രീനാരായണ ഗുരുസ്വാമി അടക്കം പല പ്രമുഖന്മാരുടെയും മനോഹരമായ ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് ആലുവ UC കോളേജിൽ BA പഠിക്കുന്ന സമയത്താണ്. അന്ന് അദ്ദേഹം മഹാരാജ് കോളേജിലെ മലയാളം പ്രൊഫസറാണ്. UC കോളേജിൽ വന്ന് അദ്ദേഹം ക്ലാസ് എടുത്ത് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം അന്ന് പ്രസംഗിച്ച കാര്യങ്ങൾ പോലും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തെ അവസാനം കണ്ടത് പള്ളുരുത്തിയിൽ P. ഗംഗാധരൻ്റെ അനുസ്മരണ ചടങ്ങിലാണ്. അത് ഞങ്ങൾ ഒരേ കാറിലാണ് എറണാകുളത്തേക്ക് തിരിച്ചു വന്നത്. അപ്പോഴൊക്കെ ധാരാളമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ടാണ് ഞാൻ തിരിച്ചു പോയത്. അപ്പോൾ വ്യക്തിപരമായിട്ടും മറ്റു തരത്തിലും വലിയ അടുപ്പവും സ്നേഹവും ഉള്ള ആളായിരുന്നു. ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ശതാബ്ദി ആഘോഷ ചടങ്ങിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗവും എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. അന്ന് അവിടെ വെച്ച് കൈമാറിയ നർമ്മവും എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയാൻ വന്നത് ശ്രീ സാനു മാസ്റ്റർ 1987 മുതൽക്ക് 1991 വരെ കേരള നിയമസഭയിൽ ഒരു അംഗമായിരുന്നു. അദ്ദേഹം എങ്ങനെ MLA ആയി എന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അത് പത്രങ്ങളിലോ മറ്റു മാധ്യമങ്ങളിലോ അധികമായിട്ട് വന്നില്ല. എറണാകുളം എന്ന് പറയുന്നത് UDFന്, പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് വലിയ അപ്പർ ഹാൻഡുള്ളൊരു മണ്ഡലമാണ്. 1957 കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുന്ന സമയത്തും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. 67 അതിഭയങ്കരമായ ഇടതുപക്ഷ തരംഗം ഉണ്ടായി. അപ്പോൾ പോലും എറണാകുളത്ത് ജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു അലക്സാണ്ടർ പറമ്പിത്തറ. സംസ്ഥാന നിയമസഭയിലേക്ക് ജയിച്ച 9 പേരിൽ ഒരാൾ പറമ്പിത്തറയാണ്. പറമ്പിത്തറ മാഷ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കരുണാകരന് നിയമസഭാ കക്ഷി നേതാവാൻ പറ്റിയത്. അല്ലാതെങ്കിൽ പറമ്പിത്തറ ആവുമായിരുന്നു ലീഡർ. പിന്നെ 1980 ഇടതുപക്ഷ തരംഗത്തിൽ അന്നും ചെറിയ വ്യത്യാസത്തിൽ ജയിച്ചത് AL ജേക്കബാണ് കോൺഗ്രസ് നേതാവ്. തോറ്റുപോയത് KN രവീന്ദ്രനാഥായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ കോൺഗ്രസ് ദുർഗമാണ് എറണാകുളം. പിന്നെ സെബാസ്റ്റ്യൻ പോൾ പിൽക്കാലത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൻ്റെ കളി വേറെയാണ്. പൊതു തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് നിന്ന് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക്, ഒരു കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിക്ക് ജയിക്കാതെ ഏതാണ്ട് അസാധ്യമാണ്. 1977 ഇലക്ഷന് സാനുമാഷ് മത്സരിക്കുമ്പോൾ അദ്ദേഹം ജയിക്കും എന്ന അദ്ദേഹത്തിന് തന്നെയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പാർട്ടിക്കാർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എറണാകുളത്ത് മത്സരിക്കാനും തോൽക്കാനും ഒരാളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് പ്രൊഫസർ MK സാനുവിൻ്റെ പേര് പാർട്ടി നിർദ്ദേശിച്ചു. അദ്ദേഹം എന്തോ കാരണവശാൽ അത് സമ്മതിച്ചു. അദ്ദേഹം അങ്ങനെ സ്ഥാനമാനങ്ങളുടെ പുറകെ പോകുന്ന ആളല്ല. പക്ഷേ അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം സ്ഥാനാർത്ഥിയായി. അദ്ദേഹത്തിൻ്റെ ചിഹ്നം എനിക്ക് ഓർമ്മയുണ്ട്, മയിലായിരുന്നു. മാറ്റത്തിൻ്റെ ചിഹ്നമായ മയിൽ എന്നാണ് മാർക്സിസ്റ്റുകാർ അനൗൺസ് ചെയ്തത്. ഈ മാർക്സിസവും മാറ്റവും മയിലും മൂന്നും മായിൽ ആരംഭിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഏതായാലും മാറ്റത്തിൻ്റെ ചിഹ്നമായ മയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്ത് AL ജേക്കബ് തന്നെയാണ് എതിർ സ്ഥാനാർത്ഥി. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ജയിക്കുന്നതിനിടെ പ്രധാനമായിട്ടും 3 സാഹചര്യങ്ങളാണ്. ഒന്ന്, പ്രൊഫസർ MK സാനുവിന് ഒരു അധ്യാപകൻ എന്ന രീതിയിലും സാഹിത്യ നിരൂപകൻ എന്ന രീതിയിലും ജീവചരിത്രകാരൻ എന്ന രീതിയിലും എറണാകുളത്ത് ഒരു അർബൻ പോപ്പുലേഷൻ അവരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു സ്വാധീനം. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും പൂർവ്വ വിദ്യാർത്ഥികളുമൊക്കെ നടന്ന് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിച്ചു. ഞാനും ആ കൂട്ടത്തിൽ പോയ ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയോ പൂർവ്വ വിദ്യാർത്ഥിയോ ഒന്നും ആയിരുന്നില്ലെങ്കിലും അന്ന് ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് വീട് വീടാന്തരം പോയി വോട്ട് പിടിച്ച് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഈ വിദ്യാർത്ഥികളുടെയും മറ്റുമൊക്കെ വലിയ സഹായമുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും എറണാകുളത്ത് ജയിക്കുകയില്ല. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ഇടതുപക്ഷ തരംഗം ആയിരുന്നു 1987. അന്ന് ആലുവ, അതുപോലെ പെരുമ്പാവൂർ, കുന്നത്തുനാട്, കോതമംഗലം ഇങ്ങനെ ചില സീറ്റുകൾ മാത്രമേ എറണാകുളം ജില്ലയിൽ UDFന് ജയിക്കാൻ പറ്റൂ. ബാക്കിയെല്ലാം LDF ജയിക്കും. അപ്പോൾ അങ്ങനെ ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടും എറണാകുളത്ത് ജയിക്കാൻ പറ്റുകയില്ല. പിന്നെ ഇദ്ദേഹം എങ്ങനെ ജയിച്ചു എന്ന് വെച്ചാൽ AL ജേക്കബിൻ്റെ പ്രായാധിക്യവും അനാരോഗ്യവും ഒരു ഘടകമായിരുന്നു. AL ജേക്കബ് 82 തന്നെ മത്സരം നിർത്തുകയാണ്. ഇനി അടുത്ത തവണ മത്സരിക്കില്ല എന്ന് പറഞ്ഞാണ് ജനങ്ങളുടെ നിന്ന് വോട്ട് പിടിച്ച് പോയത്. പക്ഷേ 87 ആയപ്പോൾ പുള്ളിക്ക് അത് ഓർമ്മയില്ലാണ്ടായി. അത്ര ഓർമ്മയില്ലാത്ത അവസ്ഥയിലെത്തി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വാർദ്ധക്യവും അനാരോഗ്യവും അടുത്ത് ഈ പുള്ളി കുറച്ചാൾ വീട്ടിലിരിക്കട്ടെ, വിശ്രമിക്കട്ടെ എന്ന് നല്ലവരായ എറണാകുളത്തുകാർ വിചാരിച്ചു എന്നുള്ളതും ഒരു കാരണമാണ്. പക്ഷേ അതുകൊണ്ടും കൂടിയല്ല ജയിച്ചത്. AL ജേക്കബിൻ്റെ ഒരു അകന്ന ബന്ധുവും എറണാകുളത്ത് ലത്തീൻ സമുദായക്കാരുടെ ഇടയിലും കോൺഗ്രസ്സുകാരുടെ ഇടയിലും നല്ല സ്വാധീനമുള്ള ആളുമായിരുന്ന എവറസ്റ്റ് ചമ്മിണി, അദ്ദേഹം ഒരു മുനിസിപ്പൽ കൗൺസിലറായിരുന്നു.
കോർപ്പറേഷൻ കൗൺസിലറാണ്. പുള്ളി ഇവിടെ റിബലായിട്ട് മത്സരിച്ചു. പുള്ളി മറ്റേ ത്രിവർണ്ണ പതാകയൊക്കെ ഉപയോഗിച്ചാണ് പ്രചരണം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ചിഹ്നം മൺവട്ടിയാണ്. പുള്ളി കലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വലിയ ഒരു പ്രകടനമൊക്കെ സംഘടിപ്പിച്ചാൽ ഓർക്കുന്നുണ്ട്. സ്ത്രീകളടക്കം ഒരുപാട് പേര് ചമ്മണിച്ചേട്ടന് വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രചരണ രംഗത്ത് ഇറങ്ങി. ചമ്മണിയുടെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, അത് എൽ ജേക്കബിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ഏതായാലും 10,000 വോട്ടിൽ പരം വോട്ട് എവറസ്റ്റ് ചമ്മണി പിടിച്ചു. ഏതാണ്ട് 10,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സാനുമാഷി ജയിച്ചു. അങ്ങനെയാണ് സാനുമാഷി MLA ആയത്. 10,000 വോട്ട് ചമ്മണി പിടിച്ചില്ലായിരുന്നെങ്കിൽ സാനുമാഷി ജയിക്കുമായിരുന്നില്ല. 10,000 വോട്ട് പിടിച്ചുകൊണ്ട് മാത്രമല്ല, 10,000 എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ ഭൂരിപക്ഷമാണ്. 2,000-നും 3,000-നൊക്കെ ആൾക്കാർ ജയിക്കുന്ന കാലത്താണ്. 500-നും 750-നും ജയിക്കുന്നതും അസാധാരണമായിരുന്നില്ല. ആ കാലത്ത് 10,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടി സാനുമാഷി എറണാകുളത്ത് നിന്ന് വിജയിച്ചു. അദ്ദേഹം അങ്ങനെ ഒരു ജനകീയ MLA ഒന്നും ആയിരുന്നില്ല. അദ്ദേഹം അടിയന്തരത്തിനും ചാത്തത്തിനും നൂലുകെട്ടിനും 16-നൊന്നും പോകുന്ന ആളായിരുന്നില്ല. പുള്ളി ഒരു MLA എന്ന നിലയിൽ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ പഠിച്ച് നിയമസഭയിൽ പോവുകയും കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ആളാണ്. പുള്ളി അങ്ങനെ ജാഥയ്ക്ക് പോകുന്ന സഖാവുമായിരുന്നില്ല. പാർട്ടിയുടെ എല്ലാ സമ്മേളനങ്ങൾക്കും വിളിച്ചില്ലെങ്കിലും പങ്കെടുക്കുന്ന ആൾ വരുന്നില്ല. അദ്ദേഹത്തെ ക്ഷണിക്കുകയും അവിടെ കൊണ്ടുപോയി ഇരുത്തുകയും പ്രസംഗിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്താൽ മാത്രം പറയുന്ന ഒരാളായിരുന്നു. അപ്പോഴും പാർട്ടി പരിപാടികളിൽ നിന്ന് പുള്ളി പരമാവധി വിട്ടു നിന്നു എന്നുള്ളതാണ് സത്യം. ഇതായിരുന്നു സാനുമാഷി. അദ്ദേഹത്തെ മന്ത്രിയാക്കുമെന്നൊരു കേൾവി ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. എങ്കിലും അതിനെന്തുകൊണ്ടോ കെ നായനാർ തുനിഞ്ഞില്ല. വിദ്യാഭ്യാസ മന്ത്രിയാക്കും എന്നാണ് കേട്ടത്. അങ്ങനെയാണെങ്കിൽ പുള്ളി 2ാം മുണ്ടശ്ശേരിയായിരുന്നു. പക്ഷേ മുണ്ടശ്ശേരിയുടെ ഭാഗ്യം കൊണ്ടോ ഇദ്ദേഹത്തിൻ്റെ ദൈവാധീനം കൊണ്ടോ ഗുരുത്വം കൊണ്ടോ വിദ്യാഭ്യാസ വകുപ്പ് ഘടകകക്ഷിയായ ജനതാ പാർട്ടിക്ക് കൊടുക്കുകയാണ്. ജനതാ പാർട്ടി നേതാവായിരുന്ന അഡ്വക്കേറ്റ് കെ ചന്ദ്രശേഖരനായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. സാനുമാസ്റ്റർ ഇടതുപക്ഷത്ത് പിൻബെഞ്ചിൽ ഒരു സ്വതന്ത്ര അംഗമായിട്ട് തുടരുകയാണ് ചെയ്തത്. 4.5 കൊല്ലത്തോളം അദ്ദേഹം MLA ആയിരുന്നു. നിയമസഭ നേരത്തെ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് 5 കൊല്ലം തേക്കാൻ പറ്റിയില്ല. എന്നാലും യാതൊരു ചീത്തപ്പേരും ഉണ്ടാക്കാതെ മാന്യമായിട്ട് അദ്ദേഹം നിയമസഭയിൽ നിന്ന് പിരിയും എന്നുള്ളതാണ് ചരിത്രം. മരിക്കുന്നവരെ അദ്ദേഹത്തിന് MLA പെൻഷൻ കിട്ടി. അതിനുശേഷവും അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ ജാഥയ്ക്കൊന്നും പോകുന്ന ആളായിരുന്നില്ല. പിന്നീട് എന്തെങ്കിലും സ്ഥാനമാനത്തിന് വേണ്ടി പുള്ളി പാർട്ടിയുടെ പുറകെ പോയിട്ടില്ല. പിന്നെ പല കാര്യങ്ങളും പാർട്ടിയുമായിട്ട് ശക്തമായി വിയോജിച്ചു. പ്രത്യേകിച്ച് ഈ ശിവഗിരിയിൽ സ്വാമി ശാശ്വതികാനന്ദയെ തിരിച്ചുകൊണ്ടിരുന്നതിനൊക്കെ പുള്ളി വളരെ എതിരായിരുന്നു. അദ്ദേഹം ഏത് കാലത്തും ഈ അഭിപ്രായങ്ങൾ ഉറച്ചു പറയുന്ന ആളായിരുന്നു. ഇനിയിപ്പോൾ CPM-കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടോ അച്യുതാനന്ദനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടോ ശാശ്വതികാനന്ദ സ്വാമികളെ ന്യായീകരിക്കുമോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണയ്ക്കൊന്നും ചെയ്യുന്ന ആളായിരുന്നില്ല സാനുമാഷി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പക്ഷേ കിട്ടുമായിരുന്ന പല സംഗതികളും കിട്ടാതെ പോയി കാണും എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു ഉറച്ച മൃദുവെങ്കിലും ശക്തമായ ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു സാനുമാസ്റ്റർ. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ആദരപൂർവ്വം സ്മരിക്കുന്നു. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമ്മുടെ പൊതുജീവിതത്തിൽ ഇന്ന് വളരെ കുറവാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പുതുതലമുറയ്ക്ക് ആവേശം പകരട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.